ഇന്ന് ട്യൂഷൻ പോഞ്ഞേ? എന്തൊരു നേരത്തെ വന്നത്? എന്താ കാര്യം? അമ്മ, അതെ, ഇന്ന് ട്യൂഷൻ ക്ലാസ്സിലെ സംഭവം നടന്നു. എന്ത് സംഭവം റോസു? അമ്മ, അതെ, കഴിഞ്ഞ ദിവസം ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചർ ഇമ്മുനെ ഹോംവർക്ക് കൊടുത്ത് അത് ഇമ്മാൻ ചെയ്തില്ല. അപ്പൊ ചെയ്താൽ ചിലപ്പോ മിസ് പറഞ്ഞു നീ പഠിക്കാത്ത കുട്ടിയാണ്, ഹോംവർക്ക് തന്നാൽ പോലും പഠിക്കില്ല, പിന്നെ എങ്ങനെ നീ ജയിക്കും എന്താ ഞാൻ കുറെ കളിയാക്കി പിള്ളേരുടെ മുമ്പിൽ വെച്ച്. അതാണ് അവന് ഓടി വന്നത്. അല്ല, അവനെയല്ലേ വഴക്ക് പറഞ്ഞത്? അതിന് നീ എന്തിനാ ഇറങ്ങി വന്നത്? നിനക്ക് പഠിച്ചൂടെ? പിന്നെ അവൻ എന്റെ അന്യനാണ്. അവനായെങ്കിലും കളിയാക്കി അന്നെ എന്താ ചെയ്താൽ എനിക്കും നോവും. അവനുള്ള സ്ഥലത്താണ് ഞാനും ട്യൂഷൻ പഠിത്തോളൂ. ഇവിടെ അത് മാത്രമല്ലല്ലോ ട്യൂഷനായിട്ടുള്ള, വേറെ എല്ലായിടത്തും ഉണ്ടല്ലോ ട്യൂഷൻ. അവിടെ പോയി ചേർന്ന് എന്താ കുഴപ്പം? അതിനൊരു കുഴപ്പമില്ല. അവൻ എവിടെ ഉണ്ടോ അവിടെ ഞാനും, അവൻ എവിടെ പഠിക്കുന്നു അവിടെ ഞാനും പഠിക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞോണ്ട് ഇനി എന്തൊക്കെ ഉണ്ടാവുമ്പോഴെന്ന്. ഇനി അപ്പം വന്നു കഴിഞ്ഞാൽ അടുത്ത പുകില് കേൾക്കാം. അവര് വഴക്ക് പറയോ തെറി പറയോ എനിക്ക് അറിഞ്ഞൂടെ. എന്റെ ദൈവമേ, അതിന് അവരെ ചീത്ത പറഞ്ഞ അതിന് അവരെ വഴക്കും ഞാൻ കേൾക്കണം. അപ്പന്റെ എനിക്ക് അറിഞ്ഞു വലിയൊരു പ്രശ്നമാവുമല്ലോ ഇത്. അല്ല, എല്ലാ മാസം എണ്ണി ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ, അതിന് കുഴപ്പമില്ല. ഇമ്മൂനെ പഠിച്ചില്ല എന്നാണ് പോത്താക്കിയതിനാണ് കുഴപ്പം. പോത്താക്കിയതിന് അപ്പൻ്റെ തെറി വിളിക്കുന്നത്. ആ മമ്മി എന്തേ പേടിക്കണത്? അമ്മയല്ല തെറി വിളിച്ച, അമ്മയല്ലല്ലോ ഇമ്മൂനെ ആക്കി വിട്ടെ. ട്യൂഷൻ ക്ലാസ്സിലെ ചേച്ചിയല്ലേ. എല്ലാ മാസം എണ്ണി 1000 രൂപ 10 രൂപ 2 രൂപ എണ്ണി കൊടുക്കണ്ടല്ലോ. ഞാൻ ഇനി അപ്പമ്മ ടൈം പറഞ്ഞാലാം പോരെ? എന്തെങ്കിലും ആട്ടെ, അപ്പം വരട്ടെ. അപ്പം വന്നിട്ട് തീരുമാനം എടുക്കാം. അപ്പം വരട്ടെ ആദ്യം. സോഫിയ, റോസു, എന്താടാ മോ ട്യൂഷൻ പോയില്ലേ? എന്ത് റോസു ട്യൂഷൻ പോയി? എന്താണ് 7 മണിക്ക് തിരിയും കത്തിച്ചിട്ട് ആരും ഫ്രണ്ടിൽ കാണുന്നില്ലോ? എന്താ റോസും എന്താ ട്യൂഷന് പോയില്ലേ? എന്താ ട്യൂഷന് പോകാത്തേ? എന്താ ട്യൂഷന് പോകാത്തേ? അച്ചായ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് സമാധാനമായിട്ട് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കണം. താങ്കൾ ആദ്യം വന്ന് ഇവിടെ ഇരിക്കും. കുറച്ച് കാര്യം പറയട്ടെ. വേറൊന്നുമല്ല, മക്കൾ ട്യൂഷൻ പോയതാണ്. തിരികെ വന്നത് വേറൊന്നുമല്ല. ഒരു പ്രശ്നമുണ്ട്. ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചർ ഇവനെ കളിയാക്കി. എന്റെ കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. അവൻ എന്നും വന്ന് പരാതി പറയുമായിരുന്നു, പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയതാ, തന്നോട് പറയാഞ്ഞതാ. പക്ഷെ ഇത് ആവർത്തിച്ച് ഇന്നാണെങ്കിൽ അവരെല്ലാവരും വിളിച്ച് കളിയാക്കി. റോസ് വന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പൊ അവൻ കരഞ്ഞോണ്ടാ ഓടി വന്നത്. ഞാൻ പറഞ്ഞു റോസിനോട് ഇപ്പൊ വിളിക്കണ്ട, അപ്പം വരട്ടെ, അപ്പം വന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അവരൊന്ന് വിളിച്ച് എന്താ കാര്യം തീരുമാനിക്കും. കാരണം ഇപ്പൊ എല്ലാവരും ഒരുപോലെ ആവണമെന്നുണ്ടോ? എല്ലാ പിള്ളേരും ഒരുപോലെ ആവൂലല്ലോ. ഞാൻ വിളിക്കുന്നില്ല, ചേട്ടൻ തന്നെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കും. എന്താണ് ഏതാന്ന് കാര്യം ചോദിക്കും. അവരോട് ചോദിക്കും. ഇതിപ്പോ ഒന്നിനൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ട് അവർ കളിയാക്കുന്നുണ്ട്. ഇതിപ്പോ എല്ലാവരും മുമ്പിൽ വെച്ച് കളിയാക്കി. അവൻ്റെ ഒരു കൊച്ചല്ലേ, അവന് മനസ്സ് വേദനിക്കൂലേ? അവനിപ്പോ എന്താ പറയുന്നത്? ഇമ്മു ഒന്നും പറയണില്ല. അവൻ വന്നവളെ കിടപ്പല്ലേ, കരഞ്ഞോണ്ട് കിടക്കാം. റോസ് ആണല്ലോ ഈ കാര്യമൊക്കെ പറഞ്ഞത്. അവൻ ഇറങ്ങി വന്ന് തൊട്ട് പിന്നാലെ അവള് ഇറങ്ങി വന്നു. ആദ്യം അവനോട് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം തലവേദന. സൈറ്റിൽ പോയിട്ട് 100,000 ബുദ്ധിമുട്ടിന്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോ വല്ലാത്ത പുല്ലാപ്പുള്ളു. വേറെ ഒരു കാര്യം ചെയ്യാം, ആദ്യം കൊച്ചിനെ സമാധാനിപ്പിക്കാം, എന്നിട്ടല്ലേ ബാ മോ മോനെ. എന്റെ വന്നടാ അപ്പോഴെടുത്ത് നീ എന്റെ വാ. എന്താ ഓക്കെ എല്ലാം മനസ്സിലായി.
നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഓരോ കുട്ടികൾക്ക് ദൈവം ഓരോരോ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വരെ മോൻ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്നപ്പം പറഞ്ഞിട്ടുണ്ടോ? അപ്പുറത്തെ കുട്ടിയെ പോലെ എല്ലാത്തിനും A+ വേണമെന്നപ്പം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്താ കാര്യം? അപ്പന് മക്കളെ സ്നേഹമാണ്. ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതല്ല ഈ കാര്യങ്ങളൊക്കെ. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിരിക്കുന്നു. അത് അവരവർ നന്നായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം കുഴപ്പമില്ലെന്നേ. ടീച്ചർ പറഞ്ഞാൽ നമ്മക്കല്ല പോകാൻ എന്നും പറഞ്ഞ് നമ്മൾ പുറകിലോട്ട് പോകരുത്. നമുക്ക് ഇതൊരു വാശിയായിരിക്കണം. വാശിയോടെ ഇനിയും പഠിക്കുവാനുള്ള കാര്യം മക്കൾ നോക്കണം കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? മോൻ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ മുമ്പിൽ മോൻ നല്ല പഠിത്തക്കാരനായിട്ട് കാണിക്കണം കേട്ടോ. വിഷമിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പൻ എന്തേലും വിഷമിക്കേണ്ട ആളാ. അപ്പൻ ഈ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഓരോരുത്തർ എന്തൊക്കെയാ അപ്പനെ പറയണേ? അണ്ട് അപ്പം വിഷമിച്ച് ജോലി ഇട്ടിട്ട് വരുമോ? ഇല്ല. അപ്പം ജോലി ചെയ്ത് ഇന്ന് നമുക്ക് ഒരാൾ തെറി പറഞ്ഞാൽ നാളെ തെറി പറയാത്ത രീതിയിൽ നമ്മൾ ജോലി ചെയ്യാനായിട്ട് അപ്പം പരിശ്രമിക്കും. മനസ്സിലായോ? അപ്പം അതുപോലെ മോനും പഠിക്കുന്ന കാര്യത്തിൽ ഇന്ന് നിന്നെ ടീച്ചർ കുറ്റപ്പെടുത്തിട്ടുണ്ടെങ്കിൽ മോൻ നാളെ എന്ത് ചെയ്യണം? ടീച്ചറിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. മനസ്സിലായോ? അപ്പം ആ രീതി മോൻ പഠിച്ചു കാണിക്കണം കേട്ടോ. അല്ല എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോവുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നീ ഇതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പം അതങ്ങ് വിട്ടേക്ക്. നമുക്ക് പഠിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പം 100 പേര് ഓടാൻ പോകുന്നുണ്ട്. 100 പേരും ജയിക്കുമോ? സമ്മാനം ആർക്കാ കിട്ടുന്നത്? ജയിക്കുന്ന ഒരാൾക്ക് അല്ലേ? അപ്പം 100 പേര് ഓടുന്നുണ്ടെങ്കിലും എല്ലാവരും ഓട്ടക്കാരുടെ, പക്ഷെ ഒരാളെ ജയിക്കത്തുള്ളൂ അല്ലേ? ജയിക്കുന്നവർക്കാണ് സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് വാക്ക് 99 പേരും വിഷമിച്ചിരിക്കാറുണ്ടോ? തൂങ്ങിച്ചാകാറുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പം അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇമ്മോന് ഈശോ തന്നേക്കുന്ന കഴിവ് ഇമ്മാനു നല്ല രീതിയിൽ ഉപയോഗിക്കുക. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. മോനപ്പുറത്ത് ഓക്കെ ഓക്കെ. ഹലോ, റോസ ടീച്ചറല്ലേ? ഹലോ, റോസ ടീച്ചറല്ലേ ട്യൂഷൻ ടീച്ചറെ? ഞാനേ ഇമ്മുവിൻ്റെ ഫാദറാണേ. ആ ടീച്ചറേ, അതെ അതെ, ഇമ്മുവിൻ്റെ ടീച്ചർ വഴക്ക് പറഞ്ഞു. ടീച്ചർ വഴക്ക് പറഞ്ഞു. അവൻ ഇവിടെ നാഗപ്പാടെ വിഷമത്തിലാണ്. അല്ല, പഠിക്കത്തില്ല എന്ന് പറഞ്ഞെന്താ ടീച്ചറെ? ഞാൻ ടീച്ചറിനോട് ഒരു കാര്യം ചോദിച്ചോളൂ. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? എല്ലാവരും പഠിക്കുന്നവരാണോ? നല്ലതായിട്ട് പഠിക്കുന്നവരാണോ? അല്ലല്ലോ. പഠിക്കുന്ന കുട്ടികളുടെ കൂടെ അതെങ്ങനെ ടീച്ചറെ ശരിയാണ്? ടീച്ചറെ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ടീച്ചർ എന്തിനാ ട്യൂഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് അവർ പഠിച്ചോളും. അവരെ ട്യൂഷന് ടീച്ചറെ എടുത്താലില്ല, കുട്ടികൾ പഠിച്ചോളും. അല്ല ടീച്ചർ, അതല്ല ടീച്ചറിന്റെ കഴിവ്. അതല്ല, പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ടീച്ചറിന്റെ കഴിവ് തെളിയിക്കുക എന്ന് പറയുന്നത്. ടീച്ചറിന്റെ കഴിവ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് എടുക്കുമ്പോഴാണ് ടീച്ചറിന്റെ കഴിവ് അത് കഴിവായിട്ട് വരുന്നത്. അങ്ങനെ പറയല്ലേ ടീച്ചറെ, അങ്ങനെ പറയല്ലേ ടീച്ചർ. അങ്ങനെ പറഞ്ഞ് ഒഴിവാകരുത്. ടീച്ചറിന് കഴിവുണ്ടെങ്കിൽ ഒരു കഴിവില്ലാത്ത കുട്ടീനെ പഠിപ്പിച്ചെടുക്കുന്നതാണ് ടീച്ചറിന്റെ കഴിവ്. അല്ലാതെ പഠിക്കുന്ന കുട്ടിയെ ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ടീച്ചറെ. ദയവായി ടീച്ചർ ഞാൻ പറഞ്ഞ കേട്ടു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താ പറയുന്നത്? മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്നാണ് അല്ലേ? ആദ്യം മാതാവ്, പിതാവ്, അത് കഴിഞ്ഞ് ഗുരു, അത് കഴിഞ്ഞ് ദൈവം. അതായത് ഗുരുക്കന്മാരെയാണ് കുട്ടികൾ ദൈവമായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട ചുമതലയുണ്ട് ടീച്ചറെ കേട്ടോ. ഈ പുതിയ യുഗത്തിൽ നമ്മൾ പഠിക്കുന്നവരെയല്ല പഠിപ്പിക്കേണ്ടത്. പഠിക്കാൻ പുറകോട്ടുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പാസ്സാക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. എന്തിനും ചെയ്തത്
വലിയ അപരാധമായി പോയി. ടീച്ചർ ചെയ്തത് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് വേദനിപ്പിച്ചത്. ടീച്ചറിന് അറിയാമല്ലോ, ഇന്ന് ഈ ലോകം മുഴുവനും ഓരോ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ കൊണ്ടും ചെറിയ പ്രശ്നം നേരിട്ടാൽ പോലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്കും അങ്ങനെ എത്രയോ മാനസികമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. എൻ്റെ കുട്ടിയോട് ചെയ്തത് പോട്ടെ, ഇനി മേലാൽ ടീച്ചർ ആരോടും അങ്ങനെ ചെയ്യാതിരിക്കുക. ടീച്ചർ ദൈവം തന്ന വരം ടീച്ചർ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിവില്ലാത്തവരെ കഴിവുള്ളവരാക്കി തീർക്കുമ്പോഴാണ് ടീച്ചറെ നമ്മുടെ എല്ലാവരുടെയും ദൗത്യം പൂർത്തിയാകുന്നത്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, വേണ്ട ടീച്ചർ, ഇനി ടീച്ചർ പഠിപ്പിക്കണ്ട. ഞാൻ വേറെ ക്ലാസ്സിലായിക്കോളാം കേട്ടോ. മാപ്പ്, എന്തിനു മാപ്പ്? എനിക്ക് വേണ്ട, അതൊന്നും വേണ്ട ടീച്ചറെ. ടീച്ചറൊക്കെ ആ കുട്ടികളെ വേദനിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവത്തോട് ഈശ്വരോട് പ്രാർത്ഥിക്കും മാപ്പ് തരാൻ. എനിക്ക് എത്രയേ പറയാനുള്ളൂ കേട്ടോ. ഓക്കെ 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 ടീച്ചർ, ഞാൻ എന്തേലും അവിവേകം ടീച്ചറിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചറോട് മാപ്പ് ചോദിക്കും. ഓക്കെ, ശരി ടീച്ചർ. പക്ഷെ എന്താ അല്ലേ, ഈ ലോകത്ത് ആർക്കും ഒന്നിനോടും ഒരു വിലയില്ല. എല്ലാവർക്കും പണം മതി, ആർക്കും ഉത്തരവാദിത്വമില്ല. എന്ത് ജനമാ എൻ്റെ ദൈവമേ ഇന്ന് ഈ ഭൂമിയിലുള്ളത്.